നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ഷോലെ കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും നല്ലൊരു സ്റ്റാർട്ടറായി കഴിക്കാൻ പറ്റുന്ന ഒരു കബാബാണ് ഷോലെ കബാബ്. ഷോലെ കബാബ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കബാബാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഷോലെ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുഞ്ഞു പീസായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസാണ് നമുക്ക് വേണ്ടത്. വളരെ ചെറിയ പീസാക്കി വേണം എടുത്തു വയ്ക്കാൻ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കബാബ് മസാല ചേർക്കുന്നുണ്ട്. ഇതൊരു ഹോം മെയ്ഡ് കബാബ് മസാലയാണ്. കോൺഫ്ലോറും മൈദയും റെഡ് ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ച കബാബ് മസാലയാണ്. മുൻപേ റെഡിയാക്കി വെച്ചതാണ്. ഇത് ഇങ്ങനെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെച്ച മസാലയാണ്. അപ്പോൾ ഇനി ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കബാബ് മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഹോം മെയ്ഡായി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, മുട്ട മാത്രമേ ഉള്ളൂ. ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്കൊരു 4 ഗ്രീൻ ചില്ലി നീളത്തിൽ അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ മെല്ലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കബാബ് റെസിപ്പിയാണിത്. കുഞ്ഞു കുഞ്ഞു പീസായതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടും. 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മുടെ ഷോലെ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കബാബാണ് ഇത്. ഇനി ബാക്കിയുള്ള പീസസും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഷോലെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കബാബാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുഞ്ഞു കുഞ്ഞു കബാബായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സോഫ്റ്റ് കബാബാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.